പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM കൗൺസിലർ കൂടിയായ പ്രതി VK നിഷാദിനിത വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുന്നു. 1 മാസത്തെ പരോൾ കഴിഞ്ഞ് ജയിലിലേക്ക് തിരിച്ചെത്തി 3 ആഴ്ച തികയും മുൻപാണ് വീണ്ടും ഇതാ പരോൾ അനുവദിച്ചത്. പിതാവിന്റെ അസുഖം ചൂണ്ടിക്കാട്ടിയാണ് നിഷാദ് പരോളിന് അപേക്ഷിച്ചതും. അപേക്ഷ ജയിൽ സൂപ്രണ്ട് പരിഗണിച്ചില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചാണ് ഇപ്പോൾ പരോൾ നേടിയിരിക്കുന്നത്. അർജുൻ കല്യാണാണ് ചേരുന്നത്. അർജുൻ, നിഷാദിന് ഇപ്പോൾ വീണ്ടും പരോൾ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, അന്ന് കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം എറിഞ്ഞൊക്കെ തിരിച്ച് ആ ദിവസമാണ് നിഷാദ് തിരിച്ച് ജയിലിലേക്ക് പോയതെന്ന് തോന്നുന്നു അല്ലേ? അതിനുശേഷം ഇത്ര പെട്ടെന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പരോൾ നേടിയിരിക്കുകയാണ്. വിനീത, തീർച്ചയായിട്ടും നവംബർ 25-ാം തീയതിയാണ് ഈ പോലീസിനെ ബോംബെറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി 20 വർഷത്തേക്ക് ഈ VK നിഷാദിനെയും TCB നന്ദകുമാറിനെയും ശിക്ഷ വിധിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ജയിലിൽ പ്രവേശിക്കപ്പെട്ടതാണ്. എന്നാൽ 1 മാസത്തിനിപ്പുറം തന്നെ നിഷാദിന് പരോൾ അനുവദിച്ചു. അതിനുശേഷം കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് നിഷാദ് വീണ്ടും ജയിലിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ഏകദേശം 20 ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും നിഷാദ് പരോൾ നേടി പുറത്തിറങ്ങുന്നത്. എന്തായാലും അസാധാരണമായ രീതിയിലുള്ള ഒരു സംഭവമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിഷാദ് ഈ പറയുന്ന ജയിലിൽ കഴിയുന്ന 186 ദിവസത്തിനിടയിൽ 53 ദിവസം മാത്രമാണ് ജയിലിൽ കിടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ ബാക്കിയുള്ള സമയത്തൊക്കെ നിഷാദ് പുറത്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CPIM-ന്റെ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് V കുഞ്ഞികൃഷ്ണനെതിരെ CPM ജില്ലാ കമ്മിറ്റി നടപടിയെടുത്ത ഘട്ടത്തിൽ ഈ VK നിഷാദ് ജയിലിന് പുറത്തായിരുന്നുള്ളത്. ജയിലിന്റെ പുറത്ത്, അതായത് പരോൾ അനുവദിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിഷാദിനോടുള്ള ആ വ്യവസ്ഥ എന്ന് പറയുന്നത് രാഷ്ട്രീയ പരിപാടികളുടെ ഭാഗമായി പങ്കെടുക്കരുത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അത്തരം ഒരു വ്യവസ്ഥയോടുകൂടി തന്നെയാണ് പരോൾ അനുവദിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരോൾ വ്യവസ്ഥ പോലും ലംഘിക്കുന്ന തരത്തിലാണ് നിഷാദ് അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ, അതായത് V കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ആ പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുത്തത്, അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VK നിഷാദിന് തുടർച്ചയായ രീതിയിൽ പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജയിലിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അച്ഛൻ്റെ അസുഖം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ചികിത്സാ രേഖകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ജയിലിൽ ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പരോൾ നൽകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജയിൽ സൂപ്രണ്ട് ഈ അപേക്ഷ മടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാണ് ഇപ്പോൾ ഈ പരോൾ നേടിയത്. അവിടെ ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഉത്തരവ് ജയിലിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള വ്യവസ്ഥ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരോൾ അനുവദിച്ചത് എന്നുള്ളതാണ് ജയിൽ അധികൃതരിൽ നിന്ന് നൽകുന്ന വിശദീകരണം. എന്തായാലും CPIM-ന്റെ പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും അവിടെയുള്ള ഏരിയ കമ്മിറ്റി അംഗവും DYFIയുടെ പ്രധാനപ്പെട്ട നേതാവും ഒക്കെ ആയിട്ടുള്ള VK നിഷാദ് ഈ പോലീസിനെ ബോംബെറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവത്തിൽ അല്ലെങ്കിൽ ആ കേസിൽ 20 വർഷം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു. ആ ജയിലിൽ കഴിയുന്നതിനിടയിൽ 3 മാസത്തിനിടെ ഇപ്പോൾ വീണ്ടും ഈ VK നിഷാദിനെ പരോൾ അനുവദിച്ചിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിനീത, ശരി. അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.